എമ്മാനുവേൽ ക്രിസ്മസ് ഒരുക്ക ധ്യാനം 24 ദിവസം ഡിസംബർ 24. ക്രിസ്മസ് ഈശോയെക്കുറിച്ചുള്ള പഠനത്തിലേക്കും മനനത്തിലേക്കും നമ്മെ നയിക്കണം. ഇന്നത്തെ ധ്യാന വിഷയം ഇതാണ്. ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്തുമസിനനുബന്ധിച്ച് വീടുകളിൽ വളരെ ആവേശത്തോടെ നടത്തുന്ന ഒരു ആഘോഷമുണ്ട്. അത് ക്രിസ്മസ് ഗിഫ്റ്റ് പാക്കറ്റുകൾ എല്ലാവരുടെയും മുമ്പിൽ വച്ച് തുറക്കുക എന്നതാണ്. പലപ്പോഴായി ലഭിച്ച സമ്മാനപ്പൊതികൾ തുറന്നു നോക്കാതെ അവ വീടിനകത്തെ ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിൽ ഓരോരുത്തരും വച്ചിട്ടുണ്ടാകും. ക്രിസ്മസ് രാത്രിയിലെ ദേവാലയ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഉടൻ ആദ്യത്തെ പ്രവൃത്തി ഈ സമ്മാനപ്പൊതികൾ തുറക്കലാണ്. കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഓരോരുത്തരും അവർക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് പാക്കറ്റുകൾ തുറന്നു നോക്കുന്നു. ഏറ്റവും നല്ല സമ്മാനങ്ങൾ ലഭിച്ചവരെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ക്രിസ്മസ് സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. അത് മനുഷ്യരല്ല, ദൈവം തന്നെ നേരിട്ട് തന്നിരിക്കുന്നതാണ്. അതൊരു വസ്തുവല്ല, ഒരു വ്യക്തി, ഈശോ മിശിഹ. ഈ മഹാസമ്മാനം വാസ്തവത്തിൽ എന്തെന്ന് കണ്ടെത്തുന്നതിലാണ് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ യഥാർത്ഥ സന്തോഷം അടങ്ങിയിരിക്കുന്നത്. ഈശോ യഥാർത്ഥത്തിൽ ആരാണെന്നറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പരമാനന്ദമാണ്. ഈ അറിവ് നേടുന്നതിനുള്ള പരമോന്നത മാതൃക പരിശുദ്ധ കന്യകാമറിയമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആട്ടിടയന്മാർ തിടുക്കപ്പെട്ടു പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരുന്ന ശിശുവിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ ശിശുവിനെപ്പറ്റി തങ്ങളോട് ഇരുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെപ്പറ്റി അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ കന്യാമറിയം ഈശോയെ പറ്റിയുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഈ വചനം അതീവം പ്രാധാന്യമർഹിക്കുന്നതാണ്. മിശിഹ രഹസ്യം അത്യന്തം പ്രാധാന്യമേറിയതും അതിഗഹനവും ബുദ്ധിക്ക് അഗ്രാഹ്യവുമായതിനാൽ നിരന്തരമായ ധ്യാനത്തിലൂടെയും മനനത്തിലൂടെയും മാത്രമേ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കാനാവൂ. ഇവിടെ ധ്യാനം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് പ്രാർത്ഥനാപൂർവമായ പഠനം എന്നാണ്. കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന തിരുവചനം ഇതാണ് വ്യക്തമാക്കുന്നത്. ഈശോയെ പറ്റിയുള്ള അറിവ് സമ്പാദിക്കാൻ അഗാധമായ പഠനവും ധ്യാനവും മനനവും ആവശ്യമാണെന്ന് നാം വ്യക്തമായി ധരിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിന്, പുൽപ്പുറങ്ങളിൽ നിന്ന് പശുക്കൾ വേഗത്തിൽ അകത്താക്കുന്ന പുല്ല് പിന്നീട് അല്പാൽപമായി അയവിറക്കുമ്പോഴാണല്ലോ ദഹനപ്രിയ നടന്ന് അതിൻ്റെ സത്ത്
അവയുടെ രക്തത്തിൽ ലയിച്ചു ചേരുന്നത്. ഇതുപോലെ പരിശുദ്ധ കന്യകാമറിയം യേശുവിനെ പറ്റി അറിഞ്ഞ കാര്യങ്ങൾ നിരന്തര ധ്യാനത്തിലൂടെ അയവിറക്കി അവയുടെ സാരാംശം മുഴുവൻ തന്നിൽ വഹിച്ചു. ക്രിസ്തുവിനെ സംബന്ധിച്ച കാര്യങ്ങൾ കന്യകാമറിയം ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഈശോയെ പറ്റിയുള്ള പഠനവും ധ്യാനവും കുറേ കാലത്തേക്കുള്ളതായിരുന്നില്ല പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ച്. പ്രത്യേക ജീവിതകാലം മുഴുവനും നീണ്ടു നിന്നതായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ഈശോയെപ്പറ്റി ജീവിതം മുഴുവനും പഠിക്കുവാനും ധ്യാനിക്കുവാനും എന്താണ് കന്യകാമറിയത്തെ പ്രേരിപ്പിച്ചത്? നിശ്ചയമായും ഈശോയോടുള്ള അവർണ്ണനീയ സ്നേഹം തന്നെ. സ്നേഹവും അറിവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. സ്നേഹിക്കുന്നയാളെ കൂടുതൽ അറിയാനുള്ള അഭിവാഞ്ച ആർക്കും ഉണ്ടാകും. അറിവ് കൂടുന്നതനുസരിച്ച് സ്നേഹവും വർദ്ധിക്കും. അറിയാത്തതിനെ സ്നേഹിക്കാൻ പറ്റുകയില്ലല്ലോ. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തോടുള്ള നമ്മുടെ ഉചിതമായ പ്രതികരണം കർത്താവിനെ സ്നേഹിക്കുക എന്നത് തന്നെയാണ്. കാരണം ഈശോയുടെ മനുഷ്യാവതാരം നമ്മോടുള്ള അവിടുത്തെ അതിരില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാമത്തെയും 19-ാമത്തെ വാക്യത്തിൽ നാം എങ്ങനെയാണ് വായിക്കുന്നത്? ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവനെ സ്നേഹിക്കുന്നു. യേശുവിനെ യഥാർത്ഥമായി സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ അവിടുത്തെ പറ്റിയുള്ള യഥാർത്ഥ അറിവ് അനിവാര്യമാണ്. യേശുവിനെ എനിക്കറിയാം എന്നുള്ള ഭാവം യാഥാർത്ഥ്യത്തിൽ നിരക്കുന്നതല്ല, അതൊരു മിഥ്യാധാരണ തന്നെയാണ്. 3 കൊല്ലം യേശുവിനോട് കൂടെ ജീവിച്ച അപ്പോസ്തലന്മാർക്ക് പോലും ഈ ജ്ഞാനം മതിയായ വിധം ഉണ്ടായിരുന്നില്ല എന്ന് യേശുവിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 14:9 ഈശോ ചോദിക്കുകയാണ് ഫിലിപ്പോസിനോട്, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? യേശു ആരാണെന്നുള്ള സമഗ്ര ജ്ഞാനം അവിടുത്തെ അടുത്ത ശിഷ്യർക്ക് പോലും ഇല്ലായിരുന്നു എന്ന് വ്യക്തം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്ന് പത്രോസ് ഏറ്റു പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടിയിൽ ഈ ജ്ഞാനം ബുദ്ധിക്ക് അതീതമാണെന്നും ദൈവം തന്നെ വെളിപ്പെടുത്തി തരേണ്ടതാണെന്നും വ്യക്തമാക്കുകയുണ്ടായി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-26 വാക്യം, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന ആശ്വാസകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും എന്ന ഈശോയുടെ വാക്കുകൾ മിശിഹാ രഹസ്യം പരിശുദ്ധമ പഠിപ്പിച്ചു തരുമെന്ന വാഗ്ദാനമാണ്. യേശുജ്ഞാനം പ്രാപിക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അനിവാര്യമായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിശ്രമവും അധ്വാനവും ആവശ്യമാണ്. ലൗകിക വിജ്ഞാനം സമ്പാദിക്കാൻ ചുരുങ്ങിയത് 10-18 വർഷങ്ങളാണ് നാം ഓരോരുത്തരും ദിവസേന പഠനത്തിനായി ചെലവഴിച്ചിരുന്നത്. ഈ ജീവിതത്തിന് മാത്രം പ്രയോജനപ്പെടുന്ന വിദ്യാഭ്യാസത്തിന് ഇത്ര പ്രാധാന്യം ഉണ്ടെങ്കിൽ നമ്മുടെ നിത്യജീവിതം നിർണയിക്കുന്ന യേശു ജ്ഞാന സമ്പാദനത്തിനായി എത്ര കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:3 യേശുവിനെ അറിയേണ്ടതിൻ്റെ അനിവാര്യത വളരെ ശക്തമായ ഭാഷയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17:3, ഇതാണ് നിത്യജീവൻ,
ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. നിത്യജീവൻ യേശുവിനെ അറിയുക എന്നതാണ്. അത് ഒരുതരം സ്വർഗ സൗഭാഗ്യം തന്നെയാണ്. യേശുവിനെ അറിയൽ ഈ ജീവിതത്തിൽ തന്നെ ആരംഭിക്കേണ്ടതാണ്. സ്വർഗത്തിൽ അത് പൂർണ്ണത പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ യേശുവുമായുള്ള കൂട്ടായ്മ വളർത്തും വിധമുള്ള യേശു ജ്ഞാനമാണ് നിത്യജീവൻ എന്നതിനാൽ യേശുവിനെപ്പറ്റി അറിയുക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് വ്യക്തമാകുകയാണ്. യേശു ജ്ഞാനം സമ്പാദിക്കുന്നതിന് വളരെ വലിയ വില കൊടുക്കണം എന്ന് വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ കാര്യത്തിൽ കുറ്റമറ്റവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. യേശുവിനെ പറ്റിയുള്ള അറിവ് നേടൽ ബുദ്ധിയുടെ മാത്രം ഒരു പ്രവൃത്തിയല്ലെന്നും ഹൃദയതലത്തിൽ വലിയ രൂപാന്തരണം സംഭവിച്ച് യേശുവിനോട് ഏകാത്മാവായിത്തീരുന്ന ദൈവീകരണം, ഡിവനൈസേഷൻ എന്ന ഉന്നത അവസ്ഥയിലേക്ക് ഈ അറിവെത്തിക്കുമെന്നും മേലുദ്ധരിച്ച പൗലോസിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാരണത്താൽ തന്നെയാണ് ചില മഹാജ്ഞാനികൾ യേശുജ്ഞാന സമ്പാദനത്തിനായി ആയുഷ്കാലം മുഴുവൻ തന്നെ ചെലവഴിച്ചത്. വിശുദ്ധ ജെറോം ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും, പ്രത്യേകിച്ച് അവസാനത്തെ 34 വർഷങ്ങൾ പലസ്തീനായിൽ തന്നെ തങ്ങിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥ പഠനത്തിൽ അദ്ദേഹം മുഴുകി, യേശുവിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. ബെനഡിക്ട് 16 തൻ്റെ 21-ാം വയസ്സിൽ ഈശോയെ പറ്റിയുള്ള പഠനം വലിയ പ്രാധാന്യത്തോടെ ആരംഭിച്ചു. 95-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുന്നവരെ ഈ ജ്ഞാനത്തിൽ ആഴപ്പെടാൻ അദ്ദേഹം തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. മരണത്തിന് തൊട്ടു മുമ്പുള്ള അവസാന നാളുകളിൽ ഭക്ഷണവും ജലവും തീർത്തും ഉപേക്ഷിച്ച സമയത്തും ഈശോയെ പറ്റിയുള്ള വായനയിൽ അദ്ദേഹം മുഴുകിയിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈശോയെ സമഗ്രമായി അറിയാനുള്ള ഒന്നാമത്തെ ആധികാരിക ഉറവിടം വിശുദ്ധ സുവിശേഷങ്ങളാണ്. ബൈബിൾ വായന ഒരു ഭക്താനുഷ്ഠാനമെന്ന നിലയ്ക്ക് അതിൽ തന്നെ ഫലദായകമാണെന്നാൽ യേശു ജ്ഞാന സമ്പാദനത്തിനായി സുവിശേഷങ്ങൾ പ്രാർത്ഥനാപൂർവം പഠിക്കുന്നത് അതിലേറെ അനുഗ്രഹപ്രദമാണ്. മറ്റ് പുതിയ നിയമഗ്രന്ഥങ്ങളും യേശുജ്ഞാനത്താൽ സമ്പന്നമാണ്. സുവിശേഷങ്ങളുടെ പഠനത്തിൽ തിരുസഭ അംഗീകരിച്ചിട്ടുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉറവിടമാണ് ക്രിസ്തുവിജ്ഞാനി ഗ്രന്ഥങ്ങൾ.
അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് മഹാജ്ഞാനിയായ ബെനഡിക്റ്റ് 16 പാപ്പ എഴുതിയ 3 വാല്യങ്ങളുള്ള ജീസസ് ഓഫ് നാസറത്ത് എന്ന വരിഷ്ഠ കൃതിയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ മറ്റനേകം വിഖ്യാത ഗ്രന്ഥങ്ങൾ ക്രിസ്തുവിജ്ഞാനീയത്തെ സംബന്ധിച്ച് ലഭ്യമാണ്. ഞാൻ തയ്യാറാക്കിയ സത്യദൈവവും മാനവരക്ഷകനുമായ ഈശോ മിശിഹാ എന്ന പുസ്തകവും സഹായകമാണ്. വ്യക്തിപരമായ പഠനത്തിനും മനനത്തിനും പുറമെ പഠന സംഘങ്ങൾ രൂപപ്പെടുത്തി അതിലൂടെയുള്ള ഗ്രൂപ്പ് പഠനവും യേശുജ്ഞാനം കൂടുതൽ ഫലദായകമാക്കുവാൻ ആവശ്യമാണ്. യേശുവിനെപ്പറ്റി ലഭിക്കുന്ന കൃത്യമായ അറിവ് തെറ്റുകൂടാതെ നെറ്റ്വർക്കുകൾ രൂപപ്പെടുത്തി ഇൻ്റർനെറ്റിലൂടെ പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കും. ഈ ക്രിസ്മസ് ആഘോഷം യേശുവുമായുള്ള ഒരു പുതിയ ബന്ധം സമാരംഭിക്കാൻ ദൈവം നമുക്ക് കൃപ തരികയുണ്ടായി. അതിൽ ആഴപ്പെടാൻ വേണ്ടി യേശുവിനെ പറ്റിയുള്ള പഠനത്തിൽ നമുക്ക് പതിവായി വ്യാപരിക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, ക്രിസ്മസിനൊരുക്കമായി നാം നടത്തി വന്നിരുന്ന ധ്യാനം ഇന്ന് അവസാനിക്കുമ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരോടും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഈശോയോടുള്ള ബന്ധത്തിൽ നാൾക്കുനാൾ വളരാനുള്ള തീരുമാനം നമുക്ക് ഇന്നെടുക്കാം. വ്യക്തിപരമായ പ്രാർത്ഥന, ദൈവബലിയർപ്പണം, കുമ്പസാര കൂദാശയുടെ സ്വീകരണം, തിരുവചന പാരായണം, മറ്റ് ആത്മീയ ശുശ്രൂഷകൾ ഇവയെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹപ്രകാശനമാക്കി നമുക്ക് തീർക്കാം. നമുക്ക് ലഭിക്കുന്ന യേശു ജ്ഞാനം, യേശു അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ ഉദാരരാവുകയും ചെയ്യാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.